എംസിയിൽ മലക്കം മറിഞ്ഞ മന്ത്രി കെ.എം. ഷാജി പദ്ധതി നടപ്പാക്കും. പ്രസംഗങ്ങളിൽ മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ടാകാമെന്നും ഷാജിയുടെ വിശദീകരണം. അതേസമയം PMCയിൽ സർക്കാരിനെതിരെ പോരുമുറുക്കി സമസ്യയും പ്രതിപക്ഷവും. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് അമ്പാടി ചേരുന്നു. രഞ്ജിത്ത് അമ്പാടി, ഷാജിയുടെയൊക്കെ തനിനിറം ഇപ്പോഴാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന് നിലപാട് മാറ്റേണ്ടി വന്നു. എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നുന്നത് ഷാജിയുടെ ഈ പരാമർശമാണ്. കാരണം പ്രസംഗങ്ങളിൽ മുമ്പ് പലതും പറഞ്ഞിട്ട് ഉണ്ടാകാം, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന ഷാജിയുടെ പരാമർശം ഷാജിയുടെ തനി നിറം പുറത്തു കൊണ്ടുവരികയല്ലേ? തീർച്ചയായും തൻ്റെ മുൻ നിലപാടിൽ നിന്ന് ഷാജി പൂർണ്ണമായും മലക്കം മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ PM3 പദ്ധതി അറബിക്കടലിൽ വലിച്ചുകീറി അറബിക്കടലിലെറിയും UDF അധികാരത്തിൽ വന്നാൽ എന്നായിരുന്നു മലപ്പുറത്തടക്കം പല തെരഞ്ഞെടുപ്പ് വേദികളിലും KM ഷാജി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഷാജി പറയുന്നത് പ്രസംഗത്തിൽ പലതും പറയാം, പക്ഷേ PM3 പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. PM3 പദ്ധതി നടപ്പാക്കിയേ തീരൂ, കാരണം PM3 പദ്ധതിയുമായി മുന്നോട്ട് പോകും. എന്നാൽ ആ കരിക്കുലം പൂർണ്ണമായും നടപ്പിലാക്കണമോ എന്ന കാര്യത്തിൽ ചില ചർച്ചകളുണ്ടാകും. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായി ചർച്ച നടത്തും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് തൻ്റെ നിലപാട്. ഇക്കാര്യത്തിൽ PM3 പദ്ധതി നടപ്പാക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് ഷാജി പറയുമ്പോൾ, ഈ PM3 പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പറയുന്ന തീവ്ര ഇസ്ലാമിക ശക്തികളുടെ മുന്നിൽ ഇനി മുട്ടുമടക്കുമോ UDF? ലീഗ് ഇനി മുട്ടുമടക്കുമോ? ഇപ്പോൾ ഇതാ ഷാജിയുടെ നിലപാട് വന്നതിന് പിന്നാലെ കടുത്ത പ്രതിഷേധവുമായി സമസ്തയും മറ്റു ചില തീവ്ര ഇസ്ലാമിക ശക്തികൾ രംഗത്ത് വന്നു. ലീഗിനെ പരിപൂർണമായി സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളുണ്ട്, അതുപോലെ UDFനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. അപ്പോൾ ആ തീവ്ര ഇസ്ലാമിക ശക്തികൾക്ക് മുന്നിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ തീവ്ര ഇസ്ലാമിക ശക്തികളുടെ വോട്ട് നേടി പല ഇസ്ലാമിക സംഘടനകളുടെയും കാല് പിടിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് UDF അധികാരത്തിൽ വന്നത്, VD സതീശൻ മുഖ്യമന്ത്രിയായത്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇനി ഒരുങ്ങുമോ? അത്തരത്തിലുള്ള ഒരു നിലപാട് ഇനി VD സതീശൻ സ്വീകരിക്കുമോ, KM ഷാജി സ്വീകരിക്കുമോ, ലീഗ് സ്വീകരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതേസമയം തന്നെ ഭരണപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വലിയ പോർമുഖം തുറക്കാനുള്ള നീക്കമാണ് PM3യുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മുടെ ഇടതുപക്ഷവും അല്ലെങ്കിൽ സമസ്തയടക്കമുള്ള സംഘടനകളും നടത്തുന്നത്. ഇപ്പോൾ തീവ്ര ഇസ്ലാമിക ശക്തികളും ഇടതുപക്ഷവും ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. PMCയിൽ മലക്കം മറിഞ്ഞ മന്ത്രി KM ഷാജി പദ്ധതി നടപ്പാക്കും. പ്രസംഗങ്ങളിൽ മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ടാകാമെന്നും ഷാജിയുടെ വിശദീകരണം. അതേസമയം PMCയിൽ സർക്കാരിനെതിരെ പോരുമുറക്കി സമസ്യയും പ്രതിപക്ഷവും. രഞ്ജിത്ത് അമ്പാടിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.